ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആദ്യത്തെ മോഡൽ അഥവാ സ്റ്റുഡൻറ്റ് മോഡൽ ക്രിയേഷനാണ്. അപ്പോൾ ഈ കാണുന്ന കോഡ് എന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടുള്ള ഒരു മോഡലാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ കൂടി ആകുമ്പോഴേക്കും നമ്മുടെ MVCയിലെ 3 പാർട്ടിൻ്റെയും വെരി ബേസിക് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ മോഡൽ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് മോഡൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മോഡൽ എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ്. ഓക്കെ, ഒരു MVC കൺവെൻഷനിൽ മോഡൽ ഡയറക്ടറിക്ക് അകത്താണ് നമ്മൾ മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വാട്ട് ഈസ് MVC എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ അതിൻ്റെ കൺസെപ്റ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. എങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മോഡൽ മാത്രമായിട്ട് നോക്കാം. ഇപ്പോൾ മോഡൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്ലാസ്സാണ്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സാണ്. അപ്പോൾ അതിൽ നെയിം എന്ന് പറയുന്ന ഒരു ഫീൽഡ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്ന വാണിംഗ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് ആസ് എ ബിഗിനർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡാറ്റാബേസിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അതിൽ കുറേ സ്റ്റുഡൻസിൻ്റെ റെക്കോർഡായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നെയിം മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്കമിങ് വീഡിയോസിൽ നമ്മൾ ഈ ഒരു സ്റ്റുഡൻറ്റിലേക്ക് റോൾ നമ്പർ അല്ലെങ്കിൽ ഏജ് അങ്ങനെ പല പല ഫീൽഡ്സ് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം മോഡലിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ചെയ്യാവുന്നത്, മോഡൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡാറ്റാബേസ് ടേബിളിലെ ഒരു റെക്കോർഡിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, ഇപ്പോൾ ഒരു റെക്കോർഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡിൽ, ഒരു സ്റ്റുഡൻറ്റ് റെക്കോർഡിൽ എന്തൊക്കെ ഫീൽഡുകൾ ഉണ്ടായിരിക്കണം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി മോഡൽ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന മോഡലിൻ്റെ ഡെഫിനിഷനിൽ ആകെയുള്ളൊരു ഫീൽഡ് എന്ന് പറയുന്നത് നെയിമാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഗെറ്റ് സെറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ലാത്തവർ C# ഫണ്ടമെൻ്റൽ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതാണ്. ഓക്കെ, ഇത് ബേസിക്കലി ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഈ മോഡലിലേക്ക് കൂടുതൽ ഫീൽഡ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിൾ ത്രൂ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ ആക്ച്വലി നമ്മുടെ ആപ്ലിക്കേഷനിൽ വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല. കാരണം ഇത് മോഡലിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഫർദർ കോഡിങ് ചെയ്യാത്തത്. അപ്പോൾ അപ്കമിങ് വീഡിയോയിൽ ഈ ഒരു മോഡൽ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് കൺട്രോളറിൽ ഒരു സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം നമ്മുടെ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻറ്റ് കൺട്രോളറിൽ നമ്മളൊരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ആയിട്ടാണ് ഈ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്ങിന് പകരം ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഡാറ്റാബേസ് ടേബിൾസ് ക്രിയേറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ അതിന് നമ്മുടെ അപ്കമിങ് വീഡിയോസിലേക്കുള്ള മൈഗ്രേഷൻ സ്റ്റെപ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആക്ച്വലി സ്റ്റുഡൻസ് ടേബിൾ ക്രിയേറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പാരലലി ഒരു F4 സീരീസ് എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ സീരീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ മൈഗ്രേഷൻ സ്റ്റെപ്സ് ഒക്കെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ ആ ഒരു സീരീസും പാരലലി നോക്കാവുന്നതാണ്. കാരണം അത് ഡാറ്റാബേസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് കൺട്രോളറിൽ ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യുന്നതും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ.